ആദ്യത്തെ മാങ്ങാ പച്ചടീൻ്റെ വീഡിയോയിൽ രണ്ടാമതൊരു ടൈപ്പ് ഉണ്ട്. അത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങാ പച്ചടി 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും മാങ്ങയായിരുന്നു അന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 3 മാങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാങ്ങയൊക്കെ കൂടെ നമ്മൾ അതിൻ്റെ പൾപ്പ് മാത്രം ചെത്തിയെടുത്തു. എന്നിട്ട് അതൊരു മിക്സിൻ്റെ ജാറിലിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി ഉണ്ടായിരുന്നത് 7 മാങ്ങയായിരുന്നേ. അതിൽ 3 പൾപ്പ് ഞാൻ എടുത്തു. കൈകൊണ്ടൊക്കെ നന്നായി ഞമണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇത് അണ്ടി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളത് 3 നമുക്ക് മൊത്തത്തിലിടാം. ഒരെണ്ണം എവിടെ പോയി എന്ന് ചോദിക്കണ്ട, അത് ഞാൻ കഴിച്ചു പോയി. ഇതിപ്പോൾ വളരെ കുറച്ച് മാത്രമേ പച്ചടി ഉണ്ടാക്കുന്നുള്ളേ. ഇത്രയും മധുരമുള്ളതൊന്നും നമ്മൾ ദിവസവും കഴിക്കാൻ പാടില്ല. ആ പൾപ്പ് ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിനെ നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണേ. നമ്മളിത് ചൂടാക്കുക ഒന്നും ചെയ്യുന്നില്ല. ഈ പച്ചടി ഇത്തിരി പോലും വെള്ളവും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കണം. പച്ചടിയിൽ മാങ്ങേൻ്റെയും കടുകിൻ്റെയും ഒക്കെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് അരമുറി തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ചിട്ട് മതി. പിന്നെ ഞാൻ ആകെ 3 മാങ്ങേൻ്റെ പച്ചടിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം ഇത്ര തേങ്ങ മതി. പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് കൂടുതലോ കുറവോ എന്ത് വേണേ ആവാം. ഇതിലിപ്പോൾ മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിലിനി നമ്മൾ വെള്ളത്തിന് പകരം തൈരാണ് കേട്ടോ ചേർക്കുന്നത്. നല്ല പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം. ഞാനിപ്പോൾ പുതിയ പാക്കറ്റ് വാങ്ങിയ തൈരാണ് എടുത്തത്, പുളിച്ചിട്ടൊന്നുമില്ല. ആദ്യം നമ്മൾ ഇത്രയൊന്നും അരച്ചു. വെറും തേങ്ങയും മുളകും മാത്രമാണ് അരച്ചത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കടുക് ചേർക്കണം. ഇന്നലത്തെ അത്ര തന്നെ കടുക്, ഒരു 1/2 സ്പൂൺ കടുക്. കടുക് അരഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കയ്പ്പ് വരും പറഞ്ഞേ. പക്ഷെ എനിക്ക് കയ്പായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് കടുക് അരയാതെ ഇതുപോലെ ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങയുണ്ടല്ലോ, അതിന് നമുക്ക് ഓരോന്നായിട്ട് ഈ മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞരണ്ടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ കൈ ഉപയോഗിക്കാതെ മിക്സിയിലൊന്ന് റൗണ്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒറ്റയൊരു റൗണ്ട് അടിച്ചാൽ മതി. മിക്സീൻ്റെ വലിയ ജാറാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് തീരേണ്ട പണിയായിരുന്നേ. എനിക്കിനി ഈ ജാറ് മാറ്റാനുള്ള മടി കാരണമാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. മിക്സീൻ്റെ അടപ്പ് നല്ല അമർത്തി പിടിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പം മുഖത്തേക്കൊക്കെ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ടായിരിക്കും. 3-മത്തെ മാങ്ങയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒന്നും മടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ബലമായിട്ട് പിടിച്ച് ജാറിൻ്റെ ഉള്ളിലാക്കി ഒരു കറക്കങ്ങ് കൊടുത്തു. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലുള്ളതും മിക്സീൻ്റെ ഇതിലുള്ള അടപ്പിലുള്ളതൊക്കെ കൂടി എടുത്ത് ഒന്നാക്കി ഈ പാത്രത്തിലേക്ക് ആക്കുക. ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഇനിയാണ് ഉപ്പിടാൻ പോകുന്നത്. ഞാൻ മറന്നുപോയതൊന്നുമല്ല. ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ലേശം വെല്ലം ഒഴിക്കാം. വെല്ലം ഉരുക്കി അരിച്ച് എടുത്തു വെക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ വെല്ലം ഇങ്ങനെ വെള്ളം പോലെയാണ് ഉണ്ടാവുക. നമ്മൾ ചൂടാക്കുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മഞ്ഞൾപ്പൊടി ഇടാതെ തന്നെ പച്ചടീൻ്റെ കളറൊന്ന് നോക്ക്. ഈ ടൈപ്പിലുള്ള പച്ചടി ഉണ്ടാക്കുമ്പോൾ മാങ്ങ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. എന്നാലാണ് നമുക്കിങ്ങനെ ഈ തിക്നെസ് കിട്ടുക. മാങ്ങയിൽ മധുരം ഉണ്ടെങ്കിലും കുറച്ച് മധുരം ഒഴിക്കാം. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. പുളിക്കാത്ത തൈരാണ് ചേർത്തതെന്നുണ്ടെങ്കിലും നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ വെല്ലം എന്തായാലും ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതും കൂടി നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കടുക്, കരിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പച്ചടീൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഈ പച്ചടി ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം നന്നായി കുറച്ച് അധ്വാനിച്ചിട്ടൊക്കെ വന്നിട്ട് വേണേ ഉച്ചയ്ക്ക് ഇത് കഴിക്കാൻ. കാരണം കുറച്ച് മധുരമൊക്കെ ഉള്ളത് കൊണ്ട് അത്ര നല്ലതൊന്നുമല്ല.
എന്നാൽ അത്ര കഴിക്കണ്ട, എനിക്കൊരു ലേശം മതിയെന്ന് വിചാരിക്കാൻ പറ്റുമോ? അതുമില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. മാങ്ങയൊക്കെ ഏകദേശം തീരാനായിപ്പോയില്ലേ? പക്ഷേ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ 2 3 എണ്ണം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഇനി മാങ്ങക്കാലം ആവണമെങ്കിൽ അടുത്ത വർഷമാവണ്ടേ? എൻ്റെതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ. ഞാൻ പോകുന്ന സ്ഥലങ്ങളുടെ വീഡിയോ എടുക്കും, നല്ല നല്ല അമ്പലങ്ങൾ കണ്ടാൽ വീഡിയോ എടുക്കും, പള്ളികൾ കണ്ടാൽ വീഡിയോ എടുക്കും. അങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും വരും കേട്ടോ ഞാൻ.